ഷക്കീല, രേഷ്മ, മറി അങ്ങനെയുള്ള അവരാണ് സിനിമയെ കുറെ നാൾ പിടിച്ചു നിർത്തിയത്. അവരുടെ പോസ്റ്ററുകളൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. അവരുടെ പോസ്റ്റർ ഒട്ടിക്കാൻ പോയപ്പോൾ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ പറഞ്ഞ അതില് പുള്ളിക്കാരൻ തന്നെ പറയുന്നത് അമ്മയില് അമ്മ സംഘടനയുള്ളപ്പോൾ ഇന്നസെന്റ് എന്തൊക്കെയോ ഉണ്ടായിരുന്നതൊക്കെ പറയുന്നത്. അങ്ങനെ ഒരുപാട് പൈസ ഇവരിൽ നിന്നൊക്കെ പിരിച്ചുകൊണ്ട് പോയിട്ടുണ്ട്, പക്ഷെ ഒന്നും കിട്ടിയിട്ടില്ല എന്ന് പുള്ളിക്കാരൻ പറയുന്നു. പോസ്റ്റർ ഒട്ടിപ്പ് എന്ന് പറയുന്നത് കുറച്ച് നാൾ കഴിഞ്ഞാൽ അത് നിന്നു പോകുന്നതാണ് എൻ്റെ ഒരു നിഗമനം. അത് മാത്രമല്ല, ഇവരിപ്പോൾ എല്ലാ പോസ്റ്ററുകളും ഒട്ടിക്കുന്നുണ്ടോ എന്ന് ആര് കണ്ടു, ആരെങ്കിലും ഇവരുടെ കൂടെ പോയി നോക്കുന്നുണ്ടോ എന്ന്. പണ്ടൊക്കെ അങ്ങനെ നോക്കുമായിരുന്നെന്ന്. അപ്പൊ ആ ഒരു സംശയവും നിങ്ങളിലേക്ക് വരുന്നുണ്ട്. കത്തി സിനിമയുടെ പോസ്റ്ററൊക്കെ ഒട്ടിച്ചിട്ട് ഞാൻ നോക്കുമ്പോഴത്തേക്കാണ് അപ്പോൾ ഈ ഉത്സവം ആരവങ്ങളെല്ലാം കണ്ടിങ്ങനെ വല്ലാതെ നോക്കി. എട്ട് കണക്കിന് പാലിങ്ങനെ ഒഴുകി. അതിൽ നിന്ന് ഒരു ഗ്ലാസ് പാലിനുള്ള പൈസയെങ്കിലും ഞങ്ങളെ പോലുള്ളവർക്ക് ഒട്ടിക്കുന്നവർ കൊടുത്തത്. അവരെല്ലാം കണ്ടുകൊണ്ട് വരുന്ന ആ പോസ്റ്ററുകളെല്ലാം ഒട്ടിച്ച ഒരാളെ വിളിച്ചൊരു ഒരു മാല ഇടുക, അല്ലെ വേണ്ട ചായക്കുള്ള പൈസ കൊടുക്കാം. ഒരു ഫംഗ്ഷനില് നടിമാർക്കെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ ആൾക്കാർ ഈ തത്വചിന്തകന്മാർ, അതേപോലെ വായന എന്ന് പറയുന്ന കുറേ ഫ്രീക്ക് പിള്ളേരൊക്കെ ഉള്ള സ്ഥലങ്ങളിലൊക്കെ വിൽക്കാൻ പോയിട്ടുണ്ട്. പക്ഷെ അവരെയൊക്കെ ഈ ഭയങ്കര ചിന്തകളാന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നല്ലാതെ ഒരു പുസ്തകം അവർ കൈകൊണ്ട് കൊടുത്തില്ല. വെറും ഒരു പോസ്റ്റർ ഒട്ടിപ്പുകാരനായ ഞാൻ അഭിമാനിക്കുന്നില്ല. ആ ഒരു തൊഴിൽ ചെയ്യുന്നതുകൊണ്ട് ഞാൻ അഭിമാനിക്കുന്നു. മാത്രമല്ല, ഞാൻ ഇവിടം വരെ എത്തിയില്ലേ. ഈ ഡോക്യുമെന്ററിയിൽ ഒരുപാട് സാധാരണ പോസ്റ്റർ ഒട്ടിപ്പ് തൊഴിലാളികൾ സംസാരിക്കുന്നത് ഞാൻ കേട്ടു. അവർ പറഞ്ഞത് ഇതുകൊണ്ടൊന്നും കുടുംബം നോക്കാൻ പറ്റില്ല, അന്നന്നത്തെ ചിലവ് കഴിഞ്ഞു പോകാം. പക്ഷെ അവരൊക്കെ മറ്റു ജോലികൾ കൂടി ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നത്. ഒരു വയസ്സായ ആൾക്കാരെയും കണ്ടു, ഒരുപാട് പ്രായമായിട്ട്. അങ്ങനെ ഒരുപാട് പേരുമായിട്ട് സംസാരിച്ചപ്പോൾ എന്താ തോന്നിയത്? ഈ ഡോക്യുമെന്ററി സമയത്ത് ഒരുപാട് പേരെ ആയിട്ട് പരിചയപ്പെട്ടിട്ടുണ്ട്. അല്ലാതെയും സ്ഥിരം കാണുന്നവരുണ്ട്. കാരണം അവരൊക്കെ എന്ന് പറഞ്ഞാൽ പോസ്റ്റർ ഒട്ടിക്കും, പിന്നെ ഈ പറഞ്ഞാണ് മാർക്കറ്റിലൊക്കെ ചന്തയിലൊക്കെ കച്ചവടത്തിനൊക്കെ പോകും, പിന്നെ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് വരും. എങ്കിലും പോസ്റ്റർ ഒട്ടിപ്പ് വിട്ടുകളയാൻ പറ്റില്ല. അവൻ്റെ ഉള്ളിൽ ചേർന്നത് തന്നെയാണ്. പിന്നീട് ഈ തിരുവനന്തപുരം, കൊല്ലം, എറണാകുളം അങ്ങനെയുള്ള വലിയ വലിയ ടൗണുകളിൽ പണ്ട് തൊട്ടേ പോസ്റ്റർ ഒട്ടിക്കുന്ന ആൾക്കാരുണ്ട്. ഈ ഡോക്യുമെൻ്ററിയുടെ സമയത്ത് തന്നെ ഒരു വയസ്സായ ഒരാളെ ഞാൻ പരിചയപ്പെട്ടിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ ഏതാണ്ട് 30 വർഷമായിട്ടാണ്ട് ന്യൂ തിയേറ്ററിൽ പോസ്റ്റർ ഒട്ടിപ്പുകാരനാണ്. അപ്പോൾ പുള്ളിക്കാരനെ ഒട്ടും വയ്യ, മുകളിൽ ഏണിയിലൊന്നും കയറി ഒട്ടിക്കാനൊന്നും വയ്യ. അപ്പോൾ അതുകൊണ്ട് 10-20 വർഷമായിട്ട് അവിടെ ജോലി ചെയ്തതാണ്. ഇറങ്ങിയപ്പോഴത്തേക്കും ആരും ഒന്നും കൊടുത്തില്ല. ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോഴും ആരും ഒന്നും കൊടുത്തില്ല. അവർക്കൊരു പെൻഷൻ പോലും ഇല്ലേ? നമ്മൾ റിട്ടയർമെന്റ് ഇല്ലേ ഇതില്? നമ്മൾ വയ്യാണ്ടായി ഒരു 60 വയസ്സ് 70 വയസ്സ് വരെയൊക്കെ നമ്മൾ ഒട്ടിച്ചു പോകുമ്പോൾ ആരെങ്കിലും ഒരു പെൻഷൻ ആയിട്ടോ ഒരു വെൽഫെയർ ഒന്നും അവർക്കില്ലേ? ഇല്ല. ഏതൊക്കെയോ വെൽഫെയർ ഒക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നത്. അതില് പുള്ളിക്കാരൻ തന്നെ പറയുന്നത് അമ്മയില് അമ്മ സംഘടനയുള്ളപ്പോൾ ഇന്നസെന്റ് എന്തൊക്കെയോ ഉണ്ടായിരുന്നതൊക്കെ പറയുന്നത്. അങ്ങനെ ഒരുപാട് പൈസ ഇവരിൽ നിന്നൊക്കെ പിരിച്ചുകൊണ്ട് പോയിട്ടുണ്ട്, പക്ഷെ ഒന്നും കിട്ടിയിട്ടില്ല എന്ന് പുള്ളിക്കാരൻ പറയുന്നുണ്ട്. അതിനെ കുറിച്ചൊന്നും എനിക്കറിയില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ അനുഭവം അദ്ദേഹം പറഞ്ഞു. അതെ, ഇങ്ങനൊരു സംഘടന എന്ന് ആർക്കും പൈസ കിട്ടിയിട്ടില്ല എന്നാണ് എൻ്റെ ഒരു അറിവ്. പോസ്റ്റർ ഒട്ടിപ്പ് തൊഴിലാളികൾക്ക് ഒരു സംഘടനയോ ഒരു ആനുകൂല്യം നൽകുന്നതോ ഒന്നുമില്ല. പക്ഷെ നിർമ്മാതാക്കളുടെ സംഘടനയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കാനായിട്ട് പറ്റില്ലേ? ഇപ്പം തിയേറ്റർ ഉടമകളുടെ സംഘടനയെന്നൊക്കെ പോസ്റ്റർ ഒട്ടിപ്പ് തൊഴിലാളികൾക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ അവരാരും ചെയ്യുന്നില്ല. ചെയ്തിട്ട് അവർക്ക് എന്താണ് പ്രയോജനം? അവർ സാധാരണ ഒരു ജോലിക്കാരൻ. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ചോദിക്കും, ഞങ്ങൾ തിയേറ്ററിൽ ഇരിക്കുന്ന സെക്യൂരിറ്റി അല്ലേ, ഞങ്ങൾക്ക് എന്തുകൊണ്ട് ചെയ്യുന്നില്ല? ഞങ്ങളുടെ ഓപ്പറേറ്റർ അല്ലേ, ഞങ്ങൾക്ക് എന്തുകൊണ്ട് തരുന്നില്ല? പക്ഷെ പോസ്റ്റർ ഒട്ടിപ്പുകാരും ആ ഒരു കണ്ടുകൊണ്ട് പോസ്റ്റർ ഒട്ടിപ്പുകാരനെ കാണുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ തിയേറ്ററിൽ നിന്ന് വെളിയിൽ തിയേറ്ററിന്റെ പ്രചരണത്തിനായിട്ട്, സിനിമയുടെ പ്രചരണത്തിനായിട്ട് ഇറങ്ങുന്ന ഈ ഒരു ആള് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ചില ആൾക്കാർ പറയുന്നുണ്ട് പോസ്റ്റർ ചില സ്ഥലത്ത് ഒട്ടിക്കാറില്ല, എന്തു പറയട്ടെ, ആറ്റിൽ ഒഴുകി കളയുന്നു, കളയുന്നു, കത്തിച്ച് കളയുന്നു, ആക്രിക്ക് കൊടുക്കുന്നു എന്നൊക്കെ പറയും. അങ്ങനെ കൊടുക്കുന്നവരുണ്ടായിരിക്കാം. ഇപ്പോൾ ചില തിയേറ്ററുകളിലൊക്കെ എന്ന് പറയുമ്പോൾ 100-150 പോസ്റ്ററൊക്കെ വരും. അപ്പോൾ മുതലാളിമാർ പറയും, അത്രയും രൂപയ്ക്കൊന്നും ഒട്ടിക്കണ്ട, കുറച്ച് പൈസക്ക് ഒട്ടിച്ചാൽ മതി, ഇത്ര എണ്ണം ഒട്ടിച്ചാൽ മതി. അപ്പോൾ അത്ര എണ്ണത്തിന്റെ പൈസ നമുക്ക് കിട്ടും, ബാക്കി തിയേറ്ററിൽ വെച്ചേക്കും.
അതെ അതെ. ഇപ്പൊ 100 പോസ്റ്റർ വരുവാണെങ്കിൽ 50 ഒട്ടിച്ചാൽ ഇത് മുതലാളി പറയും, 100 ഒട്ടിച്ചാൽ ഇരട്ടി പൈസ ആവത്തില്ലേ. അപ്പൊ അതുകൊണ്ട് 50 ഒട്ടിച്ചാൽ മതി, ബാക്കി 50 തിയേറ്ററിൽ വെച്ചേക്കും. അവരെടുത്ത് എന്ത് ചെയ്യും, തിയേറ്ററിൽ അവസാനം എല്ലാം കൂടെ എടുത്ത് ആക്രിക്ക് കൊടുക്കും, തിയേറ്ററിൽ ആക്രിക്ക് കൊടുക്കും. അതാണ് സംഭവിക്കുന്നത്. അപ്പൊ അത് നിങ്ങളുടെ പേരിലാണ് അത് വരുന്നത്. അത് ഞാൻ ഇതില് പറയുന്ന കേട്ടു, എന്താ പറയാ, സുരേഷ് കുമാർ പറയുന്നത് കേട്ടു. അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഞാൻ പറയുവാണ്. പോസ്റ്റർ ഒട്ടിപ്പ് എന്ന് പറയുന്നത് കുറച്ച് നാൾ കഴിഞ്ഞാൽ അത് നിന്നു പോകുന്നതാണ് എൻ്റെ ഒരു നിഗമനം. അത് മാത്രമല്ല, ഇവരിപ്പോൾ എല്ലാ പോസ്റ്ററുകളും ഒട്ടിക്കുന്നുണ്ടോ എന്ന് ആര് കണ്ടു, ആരെങ്കിലും ഇവരുടെ കൂടെ പോയി നോക്കുന്നുണ്ടോ എന്ന്. പണ്ടൊക്കെ അങ്ങനെ നോക്കുമായിരുന്നെന്ന്. അപ്പൊ ആ ഒരു സംശയവും നിങ്ങളിലേക്ക് വരുന്നുണ്ട്. കാരണം ഈ ഡോക്യുമെന്ററി എടുത്തത് എനിക്കൊന്ന് 2000 ഒരു 13 വർഷം മുൻപാണ് പോസ്റ്റർ ഒട്ടിപ്പ് നിർത്തുവെന്ന് പറയുന്നത്. പലരും പറഞ്ഞിരുന്നു. നമ്മുടെ ഫിയോക്ക് പ്രസിഡന്റ് വിജയകുമാർ സാർ തന്നെ പറഞ്ഞിരുന്നു, അവിടെയാണ് ജോലി ചെയ്യുന്നത്. അതെ, പോസ്റ്റർ ഒട്ടിപ്പ് നിർത്തണമെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ തിയേറ്ററിലും കൂടെയാണ് ഞാൻ പോസ്റ്റർ ഒട്ടിക്കുന്നത്. പക്ഷെ ഇന്ന് വരെ നടന്നിട്ടുണ്ടോ അത്? പോസ്റ്റർ ഒട്ടിപ്പ് എവിടെയെങ്കിലും നിർത്തിയിട്ടുണ്ടോ? ഇല്ല. പിന്നെ ഒട്ടിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള അത് അറിയണമെങ്കിൽ അവര് ഫിലിം റെപ്രസെന്റേറ്റീവ്മാരുണ്ട്, അവരെ കൂടെ വിടുക. അവരെ കൂടെ വിട്ട് ഡിസ്ട്രിബ്യൂട്ടർ അവരെ കൂടെ വിട്ട് അവര് നോക്കുക, അവര് എണ്ണം എടുക്കുക, ചെയ്യുക. അല്ലാതെ കൊണ്ട് കളയുന്നു എന്ന് പറഞ്ഞിട്ട് എന്താണ് കാര്യം? ഒന്നെങ്കിൽ അവര് പോയി അവർക്ക് ഉറപ്പ് വരുത്തുന്ന രീതിയിൽ എന്തെങ്കിലും തെളിവ് വേണം. ചിലപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർ എവിടെ ഉണ്ടല്ലോ, ഇങ്ങനെയുള്ള ആൾക്കാർ ഒട്ടിക്കുന്ന ചിലപ്പോൾ ആൾക്കാർ, ചിലപ്പോൾ ഒരാൾ ചെയ്യുന്നത് എല്ലാവരും കൂടെ അനുഭവിക്കുമായിരിക്കാം. പക്ഷെ ആത്മാർത്ഥമുള്ള ഒരാള് ഒരിക്കലും ഇത് ചെയ്യില്ല എന്നുള്ളതാണ്. ഇപ്പം പോസ്റ്റർ ഒട്ടിച്ച് കഴിഞ്ഞ് ഇപ്പം ആരെങ്കിലും കീറിക്കളഞ്ഞു, അപ്പൊ നിങ്ങൾക്ക് ആ പോസ്റ്ററിന് പൈസ കിട്ടും? എങ്ങനെയാണ് ഒരു പോസ്റ്റർ ഒട്ടിക്കുമ്പോൾ പൈസ കിട്ടുന്നത്? എങ്ങനെയാണ്? ഈ 3 രൂപ 50 പൈസ ആണെങ്കിലും അതൊരു കിട്ടുന്ന പ്രൊസീജിയർ എങ്ങനെയാണ്? ഇല്ല, പോസ്റ്റർ ഇപ്പോൾ നമ്മളൊരു 50 പോസ്റ്റർ ഒട്ടിക്കാൻ തരുന്നു, 50 എണ്ണ എടുക്കുന്നു. 50 പോസ്റ്ററിന് ഇത്ര രൂപ, 3 രൂപ 50 പൈസ വെച്ച് ഇത്ര രൂപ, ശരി ഒട്ടിച്ചോളൂ. അപ്പോൾ അറിയാം, നമുക്കൊരു ടൗണിൽ ഇറങ്ങിയാൽ അറിയാം 50 പോസ്റ്റർ ഒട്ടിച്ചിട്ടുണ്ടോ ഇല്ലയെന്ന്. ആ ടൗണിൽ കാണുമ്പോൾ അറിയാൻ പറ്റും. സിനിമയെ കുറിച്ച് അറിയാവുന്നവർക്കും തിയേറ്റർ പാർട്ടിക്കും അറിയാൻ പറ്റും ഒട്ടിച്ചിട്ടുണ്ടെന്നുള്ളത്. പക്ഷേ ഒട്ടിച്ചത് കീറിക്കളഞ്ഞാലും അറിയാൻ പറ്റും നമുക്ക്. ആ പോസ്റ്ററിന്റെ ഒട്ടിച്ചു, അത് കീറിക്കളഞ്ഞതിന്റെ എന്തെങ്കിലും ഒരു ശകലം കാണുമല്ലോ. അത് വല്ലാത്തൊരു വിഷമമാണ്. കാരണം ഈ ചിലപ്പോൾ വിരൽ എണ്ണാവുന്ന പോസ്റ്റായിരിക്കും നമ്മൾ ഒട്ടിക്കുന്നത്, അതും കൂടെ വലിച്ചു കീറി കളയുമ്പോഴത്തേക്ക് നമുക്ക് വല്ലാത്തൊരു മാനസിക. അത് ഏത് ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഫാൻസുകാർ ഭയങ്കര മത്സരിച്ചുള്ളതാണ്. ഏത് ഒട്ടിപ്പുകാരനും ചിലപ്പോൾ ഫാൻസ് ഉണ്ടാവും, പക്ഷെ ഒട്ടിപ്പുകാർക്ക് ഫാൻസ് ഇല്ല. അപ്പോൾ ഏതൊരു ഒട്ടിപ്പുകാരനാണ് അവൻ, ഇപ്പോൾ ഏതൊരു ഫാൻസിന്റെ നടീനടന്മാരുടെ ഫാൻസ് ആയിരുന്നാലും ശരി, അവൻ ഒരിക്കലും അതിൽ വേറൊരു വ്യത്യാസം കാണിക്കാറില്ല. അവൻ കൃത്യമായിട്ട് തന്നെ ഒട്ടിക്കും. പക്ഷേ ഈ വിജയുടെയും അതേപോലെ അല്ലു അർജുൻ്റെ, അതേപോലെ മമ്മൂക്ക, ലാലേട്ടൻ, അതുപോലെ വിജയുടെ ഒക്കെ സിനിമ ഇറങ്ങുമ്പോഴത്തേക്കും ഈ ഫാൻസുകാർ ലക്ഷക്കണക്കിനും പൈസകൾ പൊടിച്ചുകളയുന്നുണ്ട്. തോരണം കെട്ടുക എന്ന് വേണ്ട, ലിറ്റർ കണക്കിന് പാല് വലിയ കട്ടൗട്ടുകളുടെ മുകളിൽ നിന്നാണ് ഒഴിക്കുന്നത്. ഞാൻ കണ്ടിട്ടുണ്ട്. കത്തി സിനിമയുടെ പോസ്റ്ററൊക്കെ ഒട്ടിച്ചിട്ട് ഞാൻ നോക്കുമ്പോഴത്തേക്കാണ് അപ്പോൾ ഈ ഉത്സവം ആരവങ്ങളെല്ലാം കണ്ട് ഇങ്ങനെ നമ്മളിങ്ങനെ വല്ലാതെ നോക്കിയിരിക്കും. ലിറ്റർ കണക്കിന് പാലിങ്ങനെ ഒഴിക്കും. അതിൽ നിന്ന് ഒരു ഗ്ലാസ് പാലിനുള്ള പൈസയെങ്കിലും ഞങ്ങളെ പോലുള്ളവർക്ക് ഒട്ടിക്കുന്നവന് കൊടുത്തിരുന്നെങ്കിൽ, ആ വീഴുന്ന പാലെല്ലാം താഴെ വന്ന് നോക്കുമ്പോഴത്തേക്ക് അവിടെ ചിരി കഴിയുമ്പോഴത്തേക്ക് തളം കെട്ടി നിൽക്കും. അവിടെ വരുന്ന തെരുവ് നായ്ക്കൾ, 1-2 നായ്ക്കൾ കുടിച്ചുകൊണ്ട് പോകും. അതല്ലാതെ പ്രത്യേകിച്ച് എന്തായ പ്രയോജനം? ആ ഒരു പിന്നെ ഇതുപോലും നമുക്ക് കിട്ടുന്നില്ല, ഒരു പൈസ പോലും, ഒരു കുറച്ചൊരു ചായക്കുള്ള പൈസ. നീ അല്ലേ ഒട്ടിച്ചത്? ഞങ്ങളുടെ ഫാൻസിന്റെ പടമല്ലേ ഒട്ടിച്ചത്? ഈ വിജയുടെ അതുപോലെ മമ്മൂക്ക, ലാലേട്ടൻ്റെ ഒക്കെ പടങ്ങൾ ഒട്ടിച്ച് ഫസ്റ്റ് ഷോയ്ക്കൊക്കെ എന്ന് പറഞ്ഞാൽ ജനങ്ങൾ തിങ്ങി നിറയാണ്, ഫാൻസുകാർ അടിച്ച് പൊളിക്കുകയാണ്. പക്ഷേ അവരെല്ലാം കണ്ടുകൊണ്ട് വരുന്ന ആ പോസ്റ്ററുകളെല്ലാം ഒട്ടിച്ച ഒരാളെ വിളിച്ചൊരു ഒരു മാല ഇടുക, അല്ലെ വേണ്ട ഒരു ചായക്കുള്ള പൈസ കൊടുക്കാം. ഈ ചായയുടെ പൈസ കൊടുക്കുന്ന പറഞ്ഞാൽ അതുപോലെ കിട്ടാതെ അതെങ്കിലും കിട്ടാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. പ്രായമായവരൊക്കെ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട്. ഒരുപാട് അംഗീകാരം ഉണ്ട്. അത് ഈ കഥയിലില്ലാത്ത ഡോക്യുമെന്ററിയിൽ അത് മെയിനായിട്ട് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. എന്റെ ഡോക്യുമെന്ററിയിൽ അതിൽ മാത്രമേ ഇവരുടെ ഒരു വിഷമം കണ്ടിട്ടുള്ളൂ. അത്രേ ഉള്ളൂ. എന്നിട്ടും ഇത് നിർത്തലാക്കണം എന്നാണ് കുറച്ചു പേര് പറയുന്നത്, തിയേറ്റർ മുതലാളികളൊക്കെ. എന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയയിലൂടെയാണ് ഇപ്പോൾ എല്ലാം നടക്കുന്നത്, അതുകൊണ്ട് പോസ്റ്റർ ഒട്ടിപ്പ് നിർത്തലാക്കണം അങ്ങനെ പറയുന്ന വിഭാഗക്കാര് സിനിമാ മേഖലയിൽ തന്നെ ഉണ്ട് ഇപ്പോൾ. എന്നിട്ട് എവിടെ നിർത്തി? ഈ എറണാകുളം ടൗണിൽ ഇറങ്ങി നോക്കി എത്ര പോസ്റ്റർ ഉണ്ട്, എവിടെല്ലാം ഒട്ടിച്ചിട്ടുണ്ട്. ഈ ഫ്ലെക്സ് ബോർഡ് വെക്കാൻ പറ്റും, അതിൻ്റെതായ സ്ഥലങ്ങളിൽ മാത്രമേ വെക്കാൻ പറ്റുള്ളൂ. സിനിമ പോസ്റ്റർ എവിടെ വേണമെങ്കിലും ഒട്ടിക്കാൻ പറ്റും.
ഒരു പോസ്റ്റ് ഒട്ടിക്കാനുള്ള സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ ഒട്ടിക്കാൻ പറ്റും. അവിടെ കൊണ്ട് ഈ വലിയ ഫ്ലെക്സ് വെക്കാൻ പറ്റില്ല. അതെ അതെ ഇല്ല. ആ ഫ്ലെക്സ് വെക്കാൻ തന്നെ ഫ്ലെക്സ് ഇപ്പൊ അധികം വെക്കാനും പറ്റില്ല. അത് തന്നെ, ആ വെക്കാൻ തന്നെ ഒരുപാട് പ്രൊസീജിയറാണ്. കോടതിയുടെയൊക്കെ അനുവാദം വേണം. പിന്നെ അതുപോലെ പട്ടിയിൽ അടിച്ച് തടിയും ഒക്കെ വെച്ച് അടിച്ച് അതിന്റെ ജോലിക്കാര് അത് എത്ര എണ്ണം വെക്കാനാണ്. അതെ അതെ. അപ്പൊ അത് കേൾക്കുമ്പോ ഒരു വിഷമമില്ല ഇങ്ങനെ നിർത്തണ, കുറച്ച് നാൾ കഴിഞ്ഞ് ഇത് എന്താവും? യുവാക്കളൊക്കെ ഇതിലേക്ക് വരുന്നുണ്ടോ ഇപ്പോ? ഇപ്പൊ യുവാക്കളെല്ലാം ഫ്രീക്ക് പയ്യന്മാരല്ലേ. അപ്പൊ അവർക്കാർക്കും ഇങ്ങനെ ഒരു ഇതിലോട്ട് ഇറങ്ങിത്തിരിക്കാൻ അവർക്ക് താല്പര്യമില്ല. മാത്രമല്ല ഈ പറഞ്ഞതുപോലെ എനിക്ക് തന്നെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ പോസ്റ്റ് ഒട്ടിക്കുമ്പോൾ തന്നെ. ഈ ഇടക്കാലത്ത് അത് അല്ല, ഒരു 15 വർഷം മുൻപ് സിനിമ എന്താ പറയണ്ടേ, സിനിമ തിയേറ്ററിലേക്ക് ആള് വരായിരുന്ന ഒരു കാലത്ത് ഷക്കീല തരംഗം, ഷക്കീല, രേഷ്മ മറിയ, അങ്ങനെയുള്ള അവരാണ് സിനിമയെ കുറെ നമ്മൾ പിടിച്ചു നിർത്തിയത്. അവരുടെ പോസ്റ്ററുകളൊക്കെ അവരുടെ പോസ്റ്റർ ഒട്ടിക്കാൻ പോയപ്പോൾ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ പറഞ്ഞ പഠിപ്പിച്ച അധ്യാപകന്റെ മുന്നിൽ വെച്ച് പോസ്റ്റർ ഒട്ടിക്കേണ്ടി വന്നിട്ടുണ്ട്. അയൽവക്കത്തെ ആൾക്കാര് അവരെയൊക്കെ വെച്ചിട്ട് അവർക്കുള്ള മുന്നിലൊക്കെ എന്ന് പറയും. അത് പകലായിരുന്നു ഒരു ദിവസം. അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ വെച്ചുകൊണ്ട് അത് രാത്രി പോവാം, രാത്രിയിൽ ഒട്ടിച്ചിട്ടുണ്ട്, പകൽ ഒട്ടിച്ചിട്ടുണ്ട്. ചില ദിവസങ്ങളിലെന്ന് പറഞ്ഞാൽ ഈ പകൽ ഒട്ടിക്കാന്നതിൻ്റെ കാരണം പറഞ്ഞാൽ ചിലപ്പം വെള്ളിയാഴ്ച രാവിലെ ആയിരിക്കും പടം വെക്കുന്നത്, രാവിലെ ആയിരിക്കും പോസ്റ്റർ വരുന്നത്. ഉച്ചയ്ക്ക് കളിക്കാനുള്ള പടമാണ്, മാറ്റിനെയാണ് കളിക്കാനുള്ളത്, പെട്ടെന്ന് കൊണ്ട് കെട്ടിക്കാൻ പറയും. രാവിലെയാണ് പോസ്റ്റർ കൊണ്ട് റെപ്രസെൻറ്റേറ്റീവ് പോസ്റ്റർ കൊണ്ട് രാവിലെ ആയിരിക്കും വരുന്നത്. ഉച്ചയ്ക്ക് പടം കളിക്കുന്നത്, പടം കാതര അല്ലെങ്കിൽ ഡ്രൈവിംഗ് സ്കൂളോ ഏതെങ്കിലും ഷക്കീല പടമായിരിക്കും. അപ്പം എന്ത് ഉച്ചയ്ക്കലത്തെ പടമാണ്, ഒട്ടിച്ചേ പറ്റൂ. എങ്ങനെ രാത്രി അവൻ കാത്തിരിക്കാൻ പറ്റുമോ? ഉച്ചയ്ക്ക് കളിക്കേണ്ട പടമാണ്. നേരെ അതുകൊണ്ടങ്ങ് ഇറങ്ങും. അതുകൊണ്ടിറങ്ങുമ്പോഴാണ് വീട്ടിൽ, അത് സ്വന്തം നാട്ടിലല്ലേ, പഠിപ്പിച്ച ടീച്ചർമാര്, കൂടെ പഠിച്ചവര്, അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ടായി. അവർക്കുള്ള മുന്നിലൊക്കെ ഒട്ടിച്ചല്ലേ പറ്റുള്ളൂ. അപ്പൊ ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഷക്കീല പടം, അതുപോലെ തന്നെ അങ്ങനെ പടങ്ങളുടെ ഒക്കെ പോസ്റ്ററുകൾ ഒട്ടിക്കുന്ന സമയത്ത് ഇങ്ങനെ ആരെങ്കിലും കാണുമ്പോൾ ഭയങ്കര മടിയായിട്ട് തല കുനിച്ച് നിന്നിട്ടുണ്ടോ? ടീച്ചർമാരൊക്കെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇങ്ങനെ പോസ്റ്റർ ഒട്ടിച്ച് നടക്കുന്നുണ്ടോ? അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? വിഷമിച്ച ഒരു അനുഭവം? അപ്പോൾ ഞാൻ ഒരു ടൗണിൽ ഒട്ടിച്ചോണ്ടിരിക്കുകയാണ്. പശ തേച്ച് വെച്ചേക്കാണ്. അപ്പോൾ പശ തേച്ച പോസ്റ്ററിന് ഒരു പ്രത്യേകതയുണ്ട്. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, അത് പിഞ്ചിപ്പോവും, കീറിപ്പോവും. അപ്പോൾ വീടിൻ്റെ അടുത്തുള്ളൊരു ഇത്ത വന്നിട്ട് പറഞ്ഞു, ആ മോനെ ഇപ്പം എവിടാ? ഞാൻ പറഞ്ഞു തിയേറ്ററില്ല. തിയേറ്ററിൽ ഒട്ടിക്കുക അല്ലേ? ഏതാ പടം? ഞാൻ പറഞ്ഞ് ഒരു പടം, മലയാള പടം. ശരി. ആണോ? ഒരു സന്തോഷത്തിലിരിക്കുക. ഏതാ മലയാള പടം? അപ്പോൾ ഞാൻ കാത്തിരിക്കുകയാണ്. അത് നിവർത്തി ഒട്ടിക്കുന്ന കാണാൻ നിൽക്കുക. ഞാനിവർ പോയിട്ട് ഒട്ടിക്കാമല്ലോ എന്ന് വിചാരിച്ചോണ്ടിരിക്കുന്നു. അങ്ങനെ രണ്ടും കൽപ്പിച്ച് നോക്കുമ്പോൾ പോസ്റ്റർ അത് നനഞ്ഞ് കീറിപ്പോവാറേ. പെട്ടെന്ന് ഞാൻ എഴുത്തങ്ങ് ഒട്ടിച്ച്, എന്നിട്ട് അപ്പോൾ അവരെൻ്റെ മുഖത്തേക്ക് നോക്കി, ആ പോസ്റ്ററിലേക്ക് നോക്കി. വല്ലാത്തൊരവസ്ഥയായിരുന്നു അത്. പെട്ടെന്ന് ഞാൻ പിന്നെ സൈക്കിൾ കൊടുത്തോണ്ടങ്ങ് പോയി. അതെ. അപ്പൊ അങ്ങനെ എന്താ പറയാ, അപ്പൊ അവര് വിചാരിക്കും ഇങ്ങനെ ഒട്ടിച്ച് നടക്കുന്നതാണ് ഇങ്ങനെയുള്ള പടങ്ങളുടെയൊക്കെ പോസ്റ്ററുകളൊക്കെ ഒട്ടിക്കുമ്പോഴേ. നമ്മളെ പലരും വേറെ കണ്ടുകൊണ്ടാണ് കാണുന്നത്. അപ്പൊ തിയേറ്ററിൽ നമ്മൾ പുറത്തൊക്കെ ഇറങ്ങുമ്പോഴേക്കും സെക്സ് പടം കളിക്കുന്ന തിയേറ്ററിലെ സ്റ്റാഫ് അല്ലെങ്കിൽ അവൻ അവിടെയാണ് ജോലി ചെയ്യുന്നത്. അപ്പൊ നമ്മളെ കാണുന്ന വേറെ കണ്ണിലൂടെയാണ്. നമ്മുടെ മനസ്സിൽ ആ പോസ്റ്റർ എങ്ങനെയെങ്കിലും ഞാൻ സിനിമ കണ്ടിട്ടില്ല. സിനിമ കാണും. ചില എൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞു, ഞാൻ കാണാൻ വന്നിരുന്നു ഷക്കീലയുടെ മറ്റേ പ്രേമ, സൂപ്പർ പടമായിരുന്നു, പക്ഷെ അതില് പിന്നെ സീനൊന്നുമില്ലായിരുന്നു, പക്ഷെ നല്ല കഥയായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ പോസ്റ്റർ ഒട്ടിക്കുന്നതുകൊണ്ട് എല്ലാ സിനിമയും തിയേറ്ററിൽ തന്നെ ജോലി ചെയ്യുന്നതുകൊണ്ട് കാണാൻ പറ്റുമല്ലോ അല്ലേ? അതെ. അപ്പോ ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ല. അത് അന്ന് ബിറ്റ് എന്ന് പറയുന്ന സംഭവമുണ്ട്. അതായത് കൂടുതൽ രംഗങ്ങള് ഉൾപ്പെടുന്ന ഫിലിം റോള് വേറെ കൊണ്ടുവരുന്നത്. അത് ഇന്റർവെല്ല് കഴിയുന്ന സമയത്ത് ഇടും, അതിനുശേഷം അപ്പോഴേ അത് മാറ്റിക്കൊണ്ടുവയ്ക്കും. അങ്ങനെയാ ചെയ്യപ്പെടുന്നത്. ഈ ബിറ്റിനെ കുറിച്ച് കുറെ ആൾക്കാർ പരാതിയും പറഞ്ഞിട്ടുണ്ട്, അവരുടെ തല വെച്ചിട്ടേ. അതിപ്പോ ഇന്നത്തെ കാലത്തല്ലേ, അന്നത്തെ കാലത്ത് അതില്ലല്ലോ. അന്ന് ഫിലിമാണ്. അന്ന് ഈ ഫിലിം എക്സ്ട്രാ കൊണ്ടുവരും, കാണിക്കും, അത് കഴിഞ്ഞിട്ട് കൊണ്ടുപോയിക്കും. അപ്പൊ തന്നെ ഇന്റർവെൽ കഴിയുമ്പോഴത്തേക്ക്, ഈ സീൻ കഴിയുമ്പോൾ തന്നെ ആൾക്കാർ ഇറങ്ങിപ്പോകും. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞത് ഈ ഓലക്കൊട്ടകയിലും അങ്ങനെ ഒരു കഥാപാത്രമുണ്ട്, ഗൗരി. ഗൗരിയെ പ്രണയിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ അങ്ങനെയുള്ള ഒരു ഏപ്പടത്തിന്റെ പോസ്റ്റർ ഒട്ടിക്കുന്നത് കാണുന്നു ഗൗരി. റിയൽ ലൈഫ് സംഭവിച്ചു. അതൊന്ന് പറയാവോ? അത് എന്താണ് റിയൽ ലൈഫില്? അത് ഇതിനെ കുറിച്ച് പറഞ്ഞാലും മതി. ഇത് അവതാരക എഴുതിയത് ജയരാജ് സാറാണ്.
രഞ്ജിത്ത് സാറാണ് ആശംസകൾ എഴുതിയത്. ഓക്കെ, അപ്പോൾ അതിലേക്ക് ജയരാജ് സാറും രഞ്ജി പണിക്കറിലേക്ക് വരാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, ഞാൻ ഫസ്റ്റിലെ എഴുതിയെന്ന് പറഞ്ഞില്ലായിരുന്നു ഒരു നോവല് സ്ലിപ്പ്. അത് ചെറിയ പുസ്തകമായിരുന്നു. അപ്പോൾ അത് ജയരാജ് സാറിന് ഒരുപാട് ഇഷ്ടപ്പെട്ട് അദ്ദേഹം ഒറ്റാൽ സിനിമയുടെ പ്രദർശനത്തിന് വേണ്ടി തിരുവനന്തപുരം IFFKയിൽ വന്നപ്പോഴത്തേക്കും സാറിൻ്റെ ഒരുപാട് പടങ്ങൾ കാണാറുണ്ട്. സാറിൻ്റെ സിനിമയൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ശാന്തം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ശാന്തം കണ്ടിട്ട് ഞാൻ സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായമൊക്കെ പറഞ്ഞ്, അപ്പോൾ സാറ് ഈ പുസ്തകം കണ്ടിട്ടാണ്, പുസ്തകം വായിച്ചിട്ട് പറഞ്ഞു നിനക്ക് അസിസ്റ്റൻ്റ് ആവാൻ താല്പര്യമൊന്നുമുണ്ടെങ്കിൽ നീ വന്നോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഈ സിനിമയിൽ ഞാൻ ജോയിൻ ചെയ്യുന്നു. എൻ്റെ കൂടെ പറഞ്ഞു അപ്പോൾ നമ്മളെ തകഴി സാറിൻ്റെ കയറി നോവലിനെ ആസ്പദമാക്കിയാണ് ഈ സിനിമ ഭയാനകം ചെയ്തത്. അപ്പോൾ അതിൽ അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ അതിൽ രഞ്ജി പണിക്കർ സാറായിരുന്നു നായകൻ, ആശാ ശരത്ത് നായികയായിരുന്നു. പടത്തിന് മൂന്ന് നാഷണൽ അവാർഡ് ഉണ്ടായിരുന്നു പടത്തിന്. അതെ, അതിൽ അസിസ്റ്റന്റ് ഡയറക്ടർ ആവാനും പറ്റി. സാർ എനിക്ക് അഭിനയിക്കാൻ വേണ്ടിയിട്ട് ചെറിയ ഒരു രംഗം തന്നു. അതിൽ പ്രധാനപ്പെട്ട രംഗങ്ങളിലാണ്. പിന്നെ സാർ എനിക്കൊരു ക്ലോസപ്പ് ഷോട്ടൊക്കെ വെച്ച് തന്നു, നിന്റെ ഫേസിനെ എല്ലാവരും കാണട്ടെ എന്ന് പറഞ്ഞിട്ട് നല്ലൊരു ക്ലോസപ്പ് ഷോട്ടൊക്കെ വെച്ച് തന്നു സാറ്. അപ്പോൾ ഇതിലേക്ക് വരുവാണെങ്കിൽ ഓലക്കൊട്ടകയിലെ ആ ഒരു ഇൻസിഡന്റിനെ കുറിച്ചൊന്ന്, പ്രണയം, ഈ ഇങ്ങനെയുള്ള പോസ്റ്റർ ഒട്ടിക്കുന്ന രേഷ്മയുടെയും അതുപോലെ തന്നെ ഷക്കീലയുടെയും ഒക്കെ പോസ്റ്റർ ഒട്ടിക്കുന്ന സമയത്ത് കാമുകി തന്നെ വൺ സൈഡ് ലവ് ആയിരുന്നു. അത് കാണുന്ന സമയത്ത് ഉണ്ടായ ഒരു വിഷമം, അത് റിയൽ ലൈഫാന്ന് പറഞ്ഞു. അതിനെ കുറിച്ചൊന്ന് പറയാവോ? അത് ഇതുപോലെ തന്നെയായിരുന്നു. ഞാൻ പറഞ്ഞില്ലായിരുന്നു, ഉച്ചയ്ക്ക് കളിക്കേണ്ട പടത്തിന് പോസ്റ്റർ രാവിലെയാണ് വരുന്നത്. രാവിലെ വന്നപ്പോഴേക്കും മാനേജർ പറഞ്ഞു പെട്ടെന്ന് പോയി ഒട്ടിക്കാൻ പറഞ്ഞു, ഉച്ചയ്ക്ക് കളിക്കേണ്ട പടമാണ്, അല്ലെങ്കിൽ മറ്റേ പടത്തിന് ആളില്ല, പെട്ടെന്ന് പോകണം. അപ്പോൾ ഒരു വീക്കെൻഡ് പടം കളിച്ചു. വീക്കെൻഡിന് അന്ന് ഗ്യാപ്പ് കളിക്കും, 3 ദിവസം കഴിഞ്ഞിട്ട്. വെള്ളി ശനി ഞായർ കഴിഞ്ഞ് തിങ്കളാഴ്ച വേറെ പടമായിരിക്കും വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഷക്കീല പടത്തിൻ്റെ പോസ്റ്റർ വന്നു, പെട്ടെന്ന് പോയി ഒട്ടിക്കാൻ പറഞ്ഞു. അപ്പോൾ തിയേറ്ററിൻ്റെ ഫ്രണ്ടിലൂടെ പോകുന്നൊരു പെൺകുട്ടിയെ ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോക്കാറുണ്ട്. പുള്ളിക്കാരത്തേക്ക് അറിയുകയും ചെയ്യാം. അപ്പോൾ പുള്ളിക്കാരത്തി ഇങ്ങനെ നോക്കും, പോവും. അതേ ഉള്ളൂ. കാരണം പേടിയാണ് നമുക്ക്. പിന്നെ പ്രത്യേകിച്ച് ബാക്ക്ഗ്രൗണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഷക്കീല പടങ്ങൾ കളിക്കുന്ന തിയേറ്റർ എന്നുള്ളൊരു കാര്യം അങ്ങനല്ല. പക്ഷെ ആള് വരാതിരിക്കുമ്പോൾ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടാണ്, ഞങ്ങളെപ്പോലുള്ള ജോലിക്കാർക്ക് ജോലി തരാൻ വേണ്ടിയിട്ടാണ് ഈ സിനിമകൾ ഓടിക്കുന്നത്. പണം കഴിക്കുന്നു, അതിൻ്റെ പണമൊന്നുമില്ല. അപ്പോൾ അന്ന് ഇതേപോലെ ഒട്ടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഓപ്പോസിറ്റ് പുള്ളിക്കാരത്ത് ബസ് കയറാൻ നിൽക്കുന്നതും ഞാൻ അപ്പുറത്തുള്ള ഭിത്തിയിൽ പെട്ടെന്ന് ഒട്ടിക്കുന്നത്. ഒട്ടിച്ചിട്ട് തിരിഞ്ഞു നോക്കുന്ന പുള്ളിക്കാരത്തി അവിടെ നിൽക്കുന്നത് കണ്ടാന്നോ? പിന്നെ പുള്ളിക്കാരത്തി ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. വല്ലാതെ മുഖമൊക്കെ ഒരുപാട് വിളറി ചുവന്ന് തോടുത്ത്. ഞാനില്ലേ വലിയ പോസ്റ്റർ, 6 ഷീറ്റ് പോസ്റ്റർ ഒട്ടിച്ചത്. അപ്പോൾ ഞാൻ ഈ നടിയുടെ എവിടെയൊക്കെ മറയ്ക്കാൻ പറ്റില്ല, ശരീരഭാഗങ്ങളിൽ പല സ്ഥലം. അപ്പോൾ ഞാൻ അതിനോട് ചേർന്ന് ഇങ്ങനെ നിന്നു, കൈകൊണ്ട് മറച്ച് ഇങ്ങനെ ചേർന്ന് നിന്നു. അതൊരു വല്ലാത്തൊരു അവസ്ഥയാണ്. പെട്ടെന്ന് അവിടെ നിന്നപ്പം പോയോ മുഖത്ത് നോക്കാതെ? ആ പുള്ളിക്കാരത്തി പോയി. പക്ഷെ ഒരു അവസ്ഥ വല്ലാത്തതാണ്. ഒരു 2, 3, 4, 5 സെക്കൻഡിൽ വെച്ച് നടക്കുന്നതാണ് ഇതെല്ലാം. നോക്കുന്നു, പെട്ടെന്ന് ഉള്ള എൻ്റെ ഒരു അവസ്ഥയാണത്. അപ്പം ആ ഒരു പ്രണയം പൂവണിഞ്ഞായിരുന്നോ അതോ? ഇല്ല, അതൊക്കെ അവിടെ പോയെന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടേതായ പരിമിതികൾ നമുക്ക് അറിയാൻ പറ്റും, മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ പ്രണയത്തിൻ്റെ ഇതിൽ പറയുന്നില്ല കല്യാണം, അത് സദ്യ അത് ശരിക്കും നടന്നതാണോ? അല്ല, അത് ക്ലൈമാക്സ് വേറെ വെച്ചേക്കുന്നതാണ്, അത്രേ ഉള്ളൂ. ഭക്ഷണം കഴിച്ചത് ബാക്കി എല്ലാം അല്ല, അതിനൊരു എൻ്റെ ക്ലൈമാക്സിന് വേണ്ടിയിട്ട് മാത്രം ഞാൻ അത് വെച്ചേക്കുന്നതാണ്. ബാക്കിയെല്ലാം നായികയെ കണ്ടുമുട്ടതും അവളുമായിട്ടുള്ള രംഗങ്ങൾ, പല സ്ഥലത്ത് വെച്ച് കണ്ടുമുട്ടുന്നതായിട്ടുള്ള രംഗങ്ങളെല്ലാം റിയലാണ് അതിൽ. ഓക്കെ. അപ്പം അങ്ങനെ ആ ഒരു ഇഷ്ടം മാത്രമേ ഉണ്ടായിട്ടുള്ളതോ? ലൈഫിൽ പോസ്റ്റർ ഒട്ടിക്കാൻ പോകുന്ന സമയത്ത് ഇങ്ങനെ ബസ് സ്റ്റോപ്പിലൊക്കെ നിൽക്കുമ്പോൾ ഒരുപാട് പെൺകുട്ടികളൊക്കെ കാണുമല്ലോ, വേറെ ആരോടെങ്കിലും പ്രണയം തോന്നിയിരുന്നോ ആ സമയത്ത്? അല്ല, തോന്നിയാലും നമുക്ക് അതിനുള്ളൊരു ഗ്ലാമർ ഒന്നുമില്ല. അന്നില്ല ജോലി എന്ന് പറയും, ഇന്ന ജോലിയൊന്നുമില്ല, എല്ലാ ജോലിക്കും രാവിലെ ഇറങ്ങിപ്പോവും. അതുകൊണ്ട് അതിനോടുള്ളൊരു താല്പര്യമുണ്ട്. പക്ഷേ നമ്മുടേതായ ഒരു പരിമിതി നമുക്കറിയാൻ പറ്റും, എന്താണ് എൻ്റെ പരിമിതി എന്ന് എനിക്കറിയാം. അപ്പം അതുകൊണ്ട് കാണാൻ കൊള്ളാവുന്ന പെൺകുട്ടികളെ നോക്കിക്കൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. കാരണം അവർക്ക് വലിയ അതനുസരിച്ചുള്ള ജോലിക്കാരും അതെല്ലാം ബൈക്കിൽ ഓടിച്ചുകൊണ്ട് പോകുന്ന അന്നത്തെ കാലത്ത് ബൈക്ക് വരുന്ന കാലഘട്ടമല്ലേ, ബൈക്കിൽ പോകുന്ന ചെറുപ്പക്കാരും കുറച്ച് വൃത്തിയായിട്ട് നടക്കുന്നവരെയൊക്കെ ആയിരിക്കും നോക്കുന്നത്. നമ്മളൊക്കെ എന്ന് പറയുമ്പോൾ രാവിലെ ഇറങ്ങി പോകുന്നു, വൈകുന്നേരം കയറി വരുന്നു,
ബാക്കി ദിവസങ്ങളിൽ അല്ലെങ്കിൽ തിയേറ്ററിലെ ക്ലീനിങ് ചെയ്ത് അവിടെ തന്നെ കിടക്കുന്നു, ഒട്ടിക്കാൻ പോകുന്നു. ഇതൊക്കെ തന്നെയാണ്. പ്രാരാബ്ദമായിരുന്നു വീട്ടില്. പ്രാരാബ്ദം ഉണ്ടായിരുന്നു എല്ലാം. ഞങ്ങളെന്ന് പറഞ്ഞാൽ ഫാമിലി എങ്ങനെയായിരുന്നു? ഫാമിലി അച്ഛൻ, അമ്മ, ചേച്ചി, അനിയൻ. പിന്നെ ചെറിയ വീടായിരുന്നു അത്. ഞാൻ ജനിച്ച വീടെന്ന് പറയുമ്പോൾ ഓല കെട്ടിയ വീടായിരുന്നു. അതിൽ നിന്നാണ് പിന്നെ ഇങ്ങോട്ട് വന്നത്. ഇപ്പോഴും ഷീറ്റ് ഇട്ടേക്കുന്നേ ഉള്ളൂ. ഹോസ്പിറ്റൽ ഷീറ്റ് ഇട്ട വീടാണ്. ഇപ്പൊ ആരൊക്കെ ഉണ്ട് വീട്ടില്? ഇപ്പോ കുടുംബത്ത് തറവാട്ടില് അച്ഛനമ്മ, അനിയൻ, അനിയന്റെ വൈഫ് ഒക്കെയാണ്. ഞാനും വൈഫും 2 മക്കളും സെപ്പറേറ്റ് ആണ്. മക്കൾ എന്താ ചെയ്യുന്നേ? മോള് ഇപ്പോ 6ാം ക്ലാസ് പഠിക്കുന്നു, മോൻ UKG. പേര്? മകന്റെ പേര് യാദവ്, മകള് ഭാഗ്യലക്ഷ്മി, വൈഫ് നൃത്ത അധ്യാപികയാണ്. പേരെന്തായിരുന്നു ചേച്ചിയുടെ? അതെ, ശരണ്യ. പുള്ളിക്കാരത്തി ഇപ്പോൾ 2 ലാസ്യ നൃത്ത വിദ്യാലയം ഡാൻസ് സ്കൂളുണ്ട്. 2 സ്ഥലത്ത് ഡാൻസ് സ്കൂൾ ഇട്ടിട്ടുണ്ട്. പിന്നെ വേറെ സ്കൂളിൽ പഠിപ്പിക്കാൻ പോകുന്നുണ്ട്. മോള് ഡാൻസ് ആണ്. പിന്നെ അത്യാവശ്യം ഞങ്ങൾ കലാകുടുംബമാണ്. എന്നുവെച്ചാ കോമഡി ഉത്സവത്തിൽ പോയിട്ടുണ്ടല്ലേ? അതെ അതെ, രണ്ടുപേരും തകർത്തു. അതിൽ ചേച്ചി ഡാൻസ് കളിച്ചു, ചേട്ടൻ പാട്ട് പാടി. അതെ അതെ അതെ. പാട്ട് എന്തായിരുന്നു അവിടെ അവതരിപ്പിച്ചത്? കോമഡി ഉത്സവത്തില്, ഫ്ലവേഴ്സിന്റെ കോമഡി ഉത്സവത്തിലാണ് പോയത്. അങ്ങനെ അവിടെ വൈഫ് ഡാൻസ് ചെയ്യുന്നു, ഞാൻ പാടുന്നു. വാതിൽ പഴുതിലൂടെ മുന്നിൽ കുങ്കുമം. അതൊന്ന് പാടാവോ? ഇതിപ്പോ അല്ല, ഒരു 4 വരി മതി. ശരി. വാതിൽ പഴുതിയിലൂടെ മുന്നിൽ കുങ്കുമം വാരി വിതറും ത്രിസന്ധ്യ പോകെ, അതിലോലമൻ ഇടനാഴിയിൽ നിൻ കളമധുരമം കാലൊച്ച കേട്ടു, മധുരമം കാലൊച്ച കേട്ടു. വാതിൽ പഴുതിയിലൂടെ മുന്നിൽ കുങ്കുമം വാരി വിതറും ത്രിസന്ധ്യ പോകെ, അതിലോലമൻ ഇടനാഴിയിൽ നിൻ കളമധുരമം കാലൊച്ച കേട്ടു, മധുരമം കാലൊച്ച കേട്ടു. നല്ല രസമുണ്ട്. പാട്ട് പഠിച്ചിട്ടുണ്ടോ? ഇല്ല, പാട്ട് പഠിച്ചിട്ടില്ല. അപ്പോ ജന്മനാ കിട്ടിയൊരു കഴിവാണ്. അതെ, പാട്ടിനോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഈ പാട്ടിനോടൊക്കെ ഇഷ്ടം തോന്നി ദക്ഷിണാമൂർത്തി സ്വാമിയൊക്കെ ഞാൻ ചെന്നൈ വീട്ടിൽ പോയി കാണാൻ പോയിട്ടുണ്ട്. അതിന്റെ ഫോട്ടോ ഞാൻ കണ്ടായിരുന്നു. ആണല്ലേ? അപ്പൊ പാട്ടിലേക്ക് ശ്രദ്ധ പോയില്ല അല്ലേ? അതല്ല, പാട്ടുകാരനാവണം അങ്ങനെയുള്ള ഒരു മോഹം വന്നില്ല? ഉണ്ടായിരുന്നു. നമ്മളെ ആഗ്രഹത്തിനനുസരിച്ച് എല്ലാം ഒത്തുവരില്ലല്ലോ. എല്ലാത്തിനും ഒരു സമയമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഏതെങ്കിലും ഒരു സമയത്ത് എന്തെങ്കിലുമൊക്കെ നടക്കും, അത്രയേ ഉള്ളൂ. പിന്നെ നമ്മളാരും ചതിക്കാനോ ഒന്നിനും പോകുന്നില്ല. നമ്മൾ നമ്മുടെ കാര്യം നോക്കി ജീവിക്കുന്നു, അത്രേ ഉള്ളൂ. ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ അടൂർ ഗോപാലകൃഷ്ണൻ സാർ പറഞ്ഞിട്ടുണ്ട് പോസ്റ്റർ ഒട്ടിക്കൽ നിർത്തണം. അപ്പൊ ഇത് ചെറിയ ചെറിയ തിയേറ്ററുകളെയല്ലേ ബാധിക്കുന്നത്? അന്നത്തെ കാലത്ത് ശരിയാണ്, പോസ്റ്റർ ഒട്ടിപ്പ് നിർത്തണം എന്ന് പറഞ്ഞു. ഒരുപാട് സിനിമാ തിയേറ്ററുകൾ ഉണ്ടായിരുന്നു, ചെറിയ ചെറിയ തിയേറ്ററുകൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ആ തിയേറ്ററുകളെല്ലാം ഇല്ല. ഇപ്പൊ എല്ലാം മൺമറഞ്ഞു പോയി. C ക്ലാസ് തിയേറ്ററിൽ മൊത്തം നിർത്തി. ഇപ്പൊ എല്ലാം മൾട്ടിപ്ലക്സുകൾ. AC ഇല്ലാത്തൊരു തിയേറ്ററും ഇല്ല. AC ഉണ്ടെങ്കിൽ പോലും AC ഇല്ലാത്ത തിയേറ്റർ തന്നെ നിലനിൽക്കാൻ ഭയങ്കര പാടുള്ള ഒരു കാലമാണ് ഇന്ന്. അപ്പോൾ ഇന്നത്തെ കാലത്തായിരുന്നാലും ശരി, അദ്ദേഹം പറഞ്ഞത് എത്രയോ വർഷം മുൻപുള്ള കാര്യമാണ്. പക്ഷെ അത് ഇതുവരെ നടപ്പിലാക്കാൻ ആരും ശ്രമിച്ചിട്ടില്ല. അത് നടപ്പിലായിട്ടുമില്ല. അത് നടപ്പിലാവാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള സിനിമ ഉള്ള കാലത്തോളം ഈ പോസ്റ്റർ ഒട്ടിക്കലും ഉണ്ടാവും. ചേട്ടന് എത്ര, പിന്നെ എന്താ പറയാ, എത്ര വയസ്സ് വരെ ഇത് ചെയ്യും? എനിക്കറിയില്ല. എൻ്റെ ജീവിതാവസാനം വരെ ഇത് ചെയ്യണമെന്നാണ്. എനിക്ക് ആരോഗ്യം, ഒട്ടിക്കാനുള്ള ആരോഗ്യം തരണമെന്ന് മാത്രമേ ഞാൻ പ്രാർത്ഥിക്കാറുള്ളൂ. പോസ്റ്റിൻ്റെ ഒരു പ്രത്യേക മണമുണ്ട്. ഇല്ലേ, തട്ടത്തിന് മറയത്തെ സിനിമയില് വിനീത് ശ്രീനിവാസൻ പറയത്തില്ലേ, തട്ട മാറ്റുപോണ്ടല്ലേ എന്ന് പറയുന്നത് പോലെ, പ്രത്യേക ഒരു മൊഞ്ചുണ്ടല്ലേ ഉമ്മച്ചിക്കുട്ടിയെ കാണാൻ എന്ന് പറയുന്നത് പോലെ, ആ സിനിമയുടെ പോസ്റ്റർ ഇങ്ങോട്ട് വരാൻ അത് പൊട്ടിക്കുമ്പോഴൊരു മണമുണ്ട്. അതൊരു വല്ലാത്ത വികാരമാണത്. പുതിയ പുസ്തകമൊക്കെ പുതിയ പുസ്തകം തുറന്ന് ഇങ്ങനെ വയ്ക്കുമ്പോഴത്തേക്ക് സ്കൂളിൽ പഠിക്കുമ്പോഴേ പുതിയ പുസ്തകം എടുത്ത് ഇങ്ങനെ വയ്ക്കുമ്പോഴത്തേക്ക് വല്ലാത്തൊരു മണം. ഇതുപോലെ സിനിമാ പോസ്റ്ററിന് പ്രത്യേക ഒരു മണമുണ്ട്. അത് റിലീസിന്റെ പോസ്റ്ററിനൊക്കെ എടുക്കുന്നത് ഒരു പിന്നെ പശ പോലെ ഒട്ടിച്ചേർന്നു ജീവിതത്തില് പോസ്റ്ററുകൾ. അതെ അതെ, അതാണ്.
ഇപ്പം ഒരു കലാകാരന്റെ ഒരു ഗതികേടാണ് ശരിക്കും ഞാൻ ഈ സിനിമയിലുണ്ട്, ഇതാണ് ഞാൻ എന്ന് പറഞ്ഞ് തരുന്നത്. അപ്പം ഞാനന്ന് ചോദിക്കുവാണ്, ഒരുപാട് പടത്തിൽ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് ചെയ്തു, ആടുജീവിതത്തിലൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആടുജീവിതത്തിൽ ഏത് ഭാഗത്താണ് അങ്ങനെ ചോദിക്കുന്നത് തന്നെ ഒരു വിഷമമാണ് ആൾക്കാർക്ക് അറിയാൻ വേണ്ടി, എത്ര ആ സിനിമകളിലൊക്കെ. ആടുജീവിതത്തിൽ അഭിനയിക്കണം, അല്ലെങ്കിൽ ഏതൊരു സിനിമ പോസിറ്റീവ് തന്നെ ആഗ്രഹമാണ് ഏതെങ്കിലും സിനിമയിൽ, അല്ലെങ്കിൽ എൻ്റെ ഒരു ആഗ്രഹം അത് തന്നെ, സിനിമയിൽ അഭിനയിക്കുക, അല്ലെങ്കിൽ മുഖം കാണിക്കുന്ന ഒരു പോസ്റ്റ് ഒട്ടിക്കുക, അല്ലെങ്കിൽ മുഖം കാണിക്കുന്ന ഒരു സിനിമയിൽ അഭിനയിക്കുക എന്നുള്ളത്. പക്ഷെ അതെന്തായാലും നടന്നില്ല. പക്ഷേ എനിക്ക് ബ്ലെസ് സാറിൻ്റെ നമ്പർ എൻ്റെ ഈ കിട്ടി. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഇവിടെ അടുത്ത് എവിടെയോ ഷൂട്ടിംഗ് നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു, കേരളത്തിലാണ് ഷൂട്ടിംഗ് നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്കും എനിക്ക് സാറിന് പറഞ്ഞു, സാർ എൻ്റെ ഈ ഓലക്കൊട്ടക നോവൽ എഴുതിയിട്ടുണ്ട്, ഇതേപോലെ സാറിന് തരണമെന്നൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ പറഞ്ഞു, ഇതേപോലെ ഈ എരുമേലിയിലോ മറ്റോ അവിടെ ഒരു ലൊക്കേഷൻ, അവിടെയാണ് സെറ്റ് ഇട്ടേക്കുന്നത്, ജയിലാണ്. അപ്പോൾ വരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ ചെന്ന്, അപ്പോൾ 2 ദിവസത്തെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ജയിൽ പുള്ളിയായിട്ട്, ജയിലിൽ കിടക്കുന്ന ആളായിട്ട് ഒരു വേഷം ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് അഭിനയിക്കാൻ നിന്നോളൂ എന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ ആഗ്രഹം പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ശരി. അങ്ങനെ ഞാൻ പുസ്തകം കൊടുത്തു, അവിടെ പോയി നിന്നോളാൻ പറഞ്ഞു. അങ്ങനെ ഈ ജയിലിലെ സീനിൽ ഞാൻ ആ സൈഡിൽ നിൽക്കുന്നതായിട്ട് 1-2 ആംഗിൾ എടുത്തിട്ടുണ്ട്, അതിൽ കാണാൻ പറ്റുമെന്നേ ഉള്ളൂ. ഡയലോഗ്. പക്ഷെ എനിക്ക് അഭിനയിച്ചൊരു പടം ഒട്ടിക്കാൻ കഴിഞ്ഞു, പോസ്റ്റർ ഒട്ടിച്ച്. അതിന്റെ വീഡിയോയിൽ ഞാൻ ആ സിനിമയുടെ പോസ്റ്റർ ഒട്ടിക്കുന്ന ഒരു വീഡിയോ ഞാൻ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതായത് പൃഥ്വിരാജിന്റെ മുഖംമൂടി പോലെ അതും ഒറിജിനൽ നജീബ് ഫസ്റ്റിൽ ഒട്ടിക്കുന്ന. അപ്പോഴേക്കും മറ്റേ സിനിമയിലെ നജീബിനെ കൈകാട്ടി വിളിക്കുന്നുണ്ട്. അപ്പോഴത്തേനും പൃഥ്വിരാജ് എൻ്റർ ചെയ്യുന്നു. അത് ഞാൻ തന്നെയാണ്. അപ്പോൾ പൃഥ്വിരാജിന്റെ ആയിട്ടുള്ള നജീബിന്റെ കോസ്റ്റ്യൂമൊക്കെ ഇട്ടിട്ട് പൃഥ്വിരാജ് ഒട്ടിക്കുന്നതായിട്ടുള്ള ഇത്. അതെ അതെ, 2 പോസ്റ്റർ ഒട്ടിപ്പിൽ ഇപ്പൊ കൂലിയിലൊക്കെ ആണേലും എന്താ രജനീകാന്തിന്റെ ഒക്കെ മുഖം മൂടി ഇട്ടിട്ട് ഒട്ടിക്കുന്നുണ്ട്. അല്ല, കൂലിയുടെ പോസ്റ്റർ ഒട്ടിക്കുന്നത് ഭയങ്കരമായിരുന്നു. എനിക്ക് രജനീകാന്തിനെ കാണാൻ ഭയങ്കര ആഗ്രഹമാണ്. പക്ഷെ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല. മമ്മൂക്കയും കാണുന്നത് ആഗ്രഹമുണ്ട്. അപ്പോൾ കൂലിയുടെ പോസ്റ്റർ ഒട്ടിക്കുമ്പോഴേക്കും രജനീകാന്തിന്റെ ഫേസ് മാസ്ക് ഞാൻ ഇട്ടേക്കുന്നത്. അപ്പൊ അതിൽ 4 ക്യാരക്ടറുണ്ട് മെയിനായിട്ടുള്ള. അമീർ ഖാനുണ്ട്, പിന്നീട് സൗബിനുണ്ട്, പിന്നെ സംവിധായകനുണ്ട്, രജനീകാന്തുണ്ട്. 4 പേര്. ഞാൻ സംവിധായകന്റെ മാസ്ക് ഇട്ട് ലോകേഷ് കനകരാജായിട്ട്, പിന്നെ രജനീകാന്തിന്റെ 2 ഡ്രസ് ഇട്ട്. അപ്പോഴേക്കും പിന്നെ മോളുണ്ടായിരുന്നു. അപ്പൊ ഞാൻ നോക്കിയപ്പോൾ അമീർ ഖാൻ മുടിയുണ്ട്. മോളെ എടുത്തിട്ട് മോളുടെ ഫ്രണ്ടിൽ വെച്ചിട്ട് ദേശീയ പതാക വീശുന്നതായിട്ടുള്ളതാണ്. എന്നിട്ട് അവൻ നോക്കിയപ്പോൾ സ്കൂളിൽ പോയിട്ട് വന്നേക്കുമായിരുന്നു. അവനെ അവിടെ ഇരുത്തിയിട്ട് സൗബിന്റെ ഫേസ് ഇട്ട് കൊടുത്ത് അവൻ ഞാൻ കൈയൊക്കെ ടാറ്റ കാണിക്കും. അങ്ങനെ പോസ്റ്റർ ഒട്ടിപ്പിൽ തന്നെ ഭയങ്കര വെറൈറ്റിയും കൊണ്ടുവരുന്നുണ്ട്. നമുക്കിത് 10 പേര് അറിയണം. 10 പേര് അറിയാന്ന് പറഞ്ഞ സിനിമയിലേക്ക് ഇതിപ്പോ ഈ രജനീകാന്തിന്റെ സിനിമ കൂലി ആയതുകൊണ്ട് ചെയ്തതാണ്. അല്ലെങ്കിൽ തന്നെ ചെറിയ സിനിമകളായിരുന്നാലും ഞാൻ ചെയ്യുന്നുണ്ട് ഇങ്ങനെ. ഇതൊരു ആഗ്രഹമാണ് ഈ സിനിമയിലേക്ക് ആൾക്കാരെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി. സിനിമ പോസ്റ്ററും ആൾക്കാരിലേക്ക് അട്രാക്ഷൻ ആവണം. ഓലക്കൊട്ടക ആ സ്ക്രിപ്റ്റ് ഒക്കെ റെഡിയാക്കി വെച്ചേക്കും ഓലക്കൊട്ടകയുടെ സിനിമയാക്കാൻ വേണ്ടി. ആരുടെങ്കിലും പോയി കഥയൊക്കെ പറഞ്ഞിരുന്നോ? കഥ കേൾക്കാൻ കുറെ ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഇപ്പോൾ ഈ ഇടയ്ക്ക് ലാൽ ജോസ് സാറിനെ വിളിച്ചിരുന്നു. സാറിനെ വിളിച്ചപ്പോൾ സാറ് പുതിയൊരു പടത്തിന്റെ വർക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, പുസ്തകം അയക്കാൻ പറഞ്ഞായിരുന്നു. അങ്ങനെ ഓലക്കൊട്ടക നോവൽ ഞാൻ സാറിന് അയച്ചു കൊടുത്തിട്ടുണ്ട്, കിട്ടിയെന്ന് പറഞ്ഞായിരുന്നു. സാർ എറണാകുളത്ത് അഡ്രസ്സിൽ അയച്ചു കൊടുത്തു. കുറെ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ നമ്മളെ സഹായിക്കാനോ ഹെൽപ്പ് ചെയ്യാനോ ആളില്ല. അതാണ് സിനിമയിലെ ഒരു ഭാഗമായിട്ടുണ്ടെങ്കിലും എന്താ പറയാ, സഹായിക്കാനായിട്ടോ അല്ലെങ്കിൽ അവരിൽ എത്തിപ്പെടാൻ പറ്റുന്നില്ല പ്രൊഡ്യൂസറിൽ. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഹെൽപ്പ് ചെയ്യാനാളില്ല. പക്ഷെ കൂടെ ഒന്ന് ഫോട്ടോ എടുക്കാനും പുസ്തകം കൊടുക്കാനൊക്കെ പോയി. അവർ പുസ്തകം വാങ്ങിച്ചോണ്ട് പോകും. വായിക്കോ ഇല്ല എന്നുള്ള കാര്യം നമുക്കറിയില്ല. DVD ഒരുപാട് ഡയറക്ടർമാർക്ക് അന്നത്തെ കാലത്തും ഇപ്പോഴും പുസ്തകങ്ങൾ കൊടുക്കുന്നുണ്ട്. പുസ്തകം എല്ലാവർക്കും കൊണ്ട് കൊടുക്കുമല്ലോ. അവര് എഴുതിയ ആളല്ലേ, 50 രൂപ വെച്ചുള്ളൂ, അല്ലെ 100 രൂപ, എത്ര രൂപയുടെ പുസ്തകത്തിന്റെ വില, അങ്ങനൊന്നും തരത്തില്ല. അവർ വാങ്ങിച്ചോണ്ട് പോകും. ഓക്കെ, ഫ്രീ ആയിട്ട് വാങ്ങിച്ചോണ്ട് പോകും. പൈസ എന്നാ വേണ്ട നീ വെച്ചോ. അപ്പോൾ ഈ പുസ്തകം വിൽക്കാൻ പോയിട്ട് പല സ്ഥലങ്ങളിൽ വിൽക്കാൻ പോയിട്ടുണ്ട്. വണ്ടിക്കൂലി ഇല്ലാതെ തിരിച്ചു വന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. നടന്മാർക്ക് കൊടുത്തിട്ട് അത് തന്നെ ഒരു ഫംഗ്ഷനിൽ നടന്മാർക്ക് എല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ ആൾക്കാർ ഈ
തത്വചിന്തകന്മാർ, അതേപോലെ വായന എന്ന് പറയുന്ന കുറേ ഫ്രീക്ക് പിള്ളേരൊക്കെ ഉള്ള സ്ഥലങ്ങളിലൊക്കെ വിൽക്കാൻ പോയിട്ടുണ്ട്. പക്ഷെ അവരെയൊക്കെ ഈ ഭയങ്കര ചിന്തകളാന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിടക്കുന്നല്ലാതെ ഒരു പുസ്തകം അവർ കൈ കൊണ്ട് തൊടുത്തില്ല. അവർക്കുള്ള ഡ്രസ്സിങ്ങിലും അവർക്കുള്ള സംസാരത്തിലും മാത്രമേ ഉള്ളൂ ഇത്. ചുമ്മാതെ അതൊക്കെ കാണുന്ന, അതൊക്കെ അവർക്കുള്ള ഈ ഡ്രസ്സുകളും അവർക്കുള്ള ഗ്ലാമറുകൾ, അവർക്കുള്ള ശൈലികളൊക്കെ അവതരിപ്പിക്കുന്ന ഉള്ള ഒരു സ്ഥലം അതായിട്ടേ ഉള്ളൂ. IFFK വരുന്ന അതിനാണ്. പിന്നെ കുറേ ചാനലുകാരെ അവരെ ഇങ്ങനെ ഒപ്പിയെടുക്കാൻ ചുറ്റും ആൾക്കാരുണ്ട്. അപ്പം അതുകൊണ്ട് അവരെങ്ങനെയൊക്കെ വരാൻ പറ്റും അങ്ങനെ എല്ലാം വരും. IFFK പോയാലേ നമുക്ക് അങ്ങനെയുള്ള വെറൈറ്റി കാണാം. അതിനിടയിൽ അവർക്ക് വായന, എന്ത് പുസ്തകം എല്ലാരും വാങ്ങിച്ചോണ്ട് പോകും. അതെ അതെ, ഫ്രീ ആയിട്ട് കൊടുക്കാമെങ്കിൽ പുസ്തകം ഒരുപാട് നടന്മാർ കൊണ്ടുപോകും. അപ്പോൾ വേറെ ഒരു സിനിമയ്ക്കുള്ള 2 സിനിമയ്ക്കുള്ള സ്ക്രിപ്റ്റ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ മാത്രമല്ല ഓലക്കൊട്ടകയുടെ സ്ക്രിപ്റ്റിന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഓലക്കൊട്ടക ചെയ്യണമെന്ന് എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്, പക്ഷേ എന്നെ കൊണ്ട് അത് പറ്റില്ല. പക്ഷെ കഴിവുള്ള നല്ലൊരു സംവിധായകൻ ചെയ്യുവാണെങ്കിൽ ഇതൊരു വ്യത്യസ്തമായ അനുഭവമായിരിക്കും. ഇതുവരെ ഇറങ്ങിയിട്ടില്ലാത്തൊരു തീമാണ് ലോക സിനിമകൾ. ഞാൻ ഒരു 10-13-14 വർഷമായിട്ട് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ പോകുന്നതാണ്. കുറേ സിനിമകൾ കാണാറുണ്ട്. ഈ പറഞ്ഞ പോലെ പിന്നെ ഒരുപാട് ഡോക്യുമെൻ്ററികൾ കാണാറുണ്ടെങ്കിൽ പോലും ഇങ്ങനെ ഒരു തീം വന്നിട്ടില്ല. അപ്പോൾ ഇത് ശ്രദ്ധിക്കപ്പെടും എന്നുള്ളൊരു കാഴ്ചപ്പാടുണ്ട് എനിക്ക്. അപ്പോൾ അത് ചെയ്യണം എന്നുള്ളൊരു, ശ്രദ്ധിക്കപ്പെടും, ഇത് എത്തേണ്ടടുത്ത് എത്തും എന്നുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ആഗ്രഹത്തിൽ ഇപ്പൊ ജീവിക്കുന്നത് ഉണ്ട്. ഇതെന്തെങ്കിലും നടക്കും എന്നുള്ളൊരു ആഗ്രഹം ഇതുവരെ എത്തിയില്ലേ. കാരണം വെറും ഒരു ഒട്ടിപ്പുകാരനായ ഞാൻ അഭിമാനിക്കുന്നു. ഞാൻ ആ ഒരു തൊഴിൽ ചെയ്യുന്നതുകൊണ്ട് ഞാൻ അഭിമാനിക്കുന്നു. മാത്രമല്ല ഞാൻ ഇവിടം വരെ എത്തിയില്ലേ. ഒന്നുമില്ലാതായിരുന്നു ഞാൻ ചെയ്ത ഡോക്യുമെൻ്ററിയിൽ സുരേഷ് ഗോപി, സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപി, മേനക, ഓസ്കാർ കിട്ടിയ റസുൽ പൂക്കുട്ടി ഇതിൽ ബൈറ്റ് പറയുക, എന്നെ കൊണ്ട് അത്രയല്ലേ. കാരണം ഒന്നുമില്ല, ഒരാൾ സഹായിക്കാനില്ല. 1.5 വർഷം കൊണ്ട് അത് പൂർത്തിയാക്കിയതാണ്. ഇത് പകുതി വെച്ച് നിന്ന് പോയപ്പം നാഷണൽ അവാർഡും ഒട്ടനവധി സിനിമകളൊക്കെ സംവിധാനം ചെയ്ത പിന്നെ ശ്യാമപ്രസാദ് സാർ എനിക്ക് സാമ്പത്തികം തന്ന് സഹായിച്ച് അത് പുറത്തിറക്കി 8 അവാർഡുകൾ കിട്ടി, അറിയപ്പെടുന്നു. പിന്നെ സാമ്പത്തികമായിട്ടൊന്നും കിട്ടിയില്ല, അത് വേറെ കാര്യം. പക്ഷെ ആ ചെയ്ത വർക്കിന് അംഗീകാരം കിട്ടിയെന്നുള്ളതാണ്. സിനിമാക്കാരിൽ നിന്നൊന്നും കിട്ടിയിട്ടില്ല, അത് വേറെ കാര്യം. പുസ്തകമായിരുന്നാലും ശരി, പുസ്തകം ഇപ്പോൾ ഗ്രീൻ ബുക്സാണ് ഏറ്റെടുത്തേക്കുന്നത്. അപ്പോൾ എനിക്ക് എൻ്റെ റോയൽറ്റി 10% കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഏതാണ്ട് ഇച്ചിരി ഡൗൺ ആയിരിക്കുകയാണ്. കാരണം പുസ്തകത്തിനെ കുറിച്ചുള്ള പബ്ലിസിറ്റി ഇല്ല, അതിനറിയപ്പെടുന്ന ആരുമില്ല, അതിനെക്കുറിച്ച് പറയാൻ ആരുമില്ല. പിന്നെ പക്ഷേ പുസ്തകത്തിൻ്റെ അവതാരിക എഴുതിയിരിക്കുന്ന സംവിധായകൻ ജയരാജ് സാറാണ്. ആശംസകൾ രഞ്ജി പണിക്കർ സാറാണ് എഴുതിയിരിക്കുന്നത്. വിളിച്ചവരെല്ലാം നല്ല അഭിപ്രായം പറയുന്നുണ്ട്. നല്ല നോവലാണ്. അപ്പം അതുപോലെ തന്നെ ഒരു സൈക്കിൾ യാത്ര നടത്തിയിട്ടുണ്ട് സിനിമയിലെ മയക്കുമരുന്നിന് ഒക്കെ എതിരെ. പക്ഷെ അതും അത്ര ശ്രദ്ധിക്കപ്പെട്ടില്ല. അതെ, അത് തുടങ്ങിയത് കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൻ്റെ അവിടെ നിന്നാണ് തുടങ്ങിയത്. അതിൽ ഈ ശ്രീകണ്ഠൻ നായരൊക്കെ ഇല്ലേ, നമ്മുടെ 24-ൻ്റെ. അപ്പോൾ അവരൊക്കെ കൊട്ടാരക്കരയുടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ കൊട്ടാരക്കര ഗണപതി ക്ഷേത്രം പിന്നെ പണി കഴിപ്പിച്ചത് ഈ പെരുന്തച്ഛനാണ് അതിൻ്റെ ഐതിഹ്യം. അപ്പോൾ അവിടെ നിന്ന് തുടങ്ങണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. മാത്രമല്ല കൊട്ടാരക്കര ശ്രീധരൻ നായർ, അതുപോലെ ചെമ്മീനിലെ സായികുമാർ, വിനു മോഹൻ, അതുപോലെ നമ്മുടെ ബിഗ് ബോസിലെ അഖിൽമാരാറൊക്കെ ഉള്ള നാടാണ്. അപ്പോൾ എൻ്റെ ബൈറ്റ് 24-ലെ ഒരു ചാനലിലെ ഒരാൾ വന്ന് എടുക്കുകയൊക്കെ ചെയ്തു, 24-ൽ കൊടുക്കാന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ 24-ൽ കൊടുത്തിട്ടില്ല. കൊടുക്കാന്ന് പറഞ്ഞിട്ട് അവർ കൊടുത്തതുമില്ല, മാധ്യമ ശ്രദ്ധ നേടിയില്ല. ഇല്ല. എന്നിട്ട് ഞാൻ കൊട്ടാരക്കര നേരെ തിരുവനന്തപുരത്ത് അന്ന് ഹർത്താലാണ്, ഈ കഴിഞ്ഞ ഹർത്താൽ. ഒരു കേരളത്തിലുള്ള ഒരു ഏതാണ്ട് 10-20 ചാനലും മീഡിയക്കാരും ഓൺലൈൻ ചാനലും മൊത്തം ഉണ്ടായിരുന്നു. പലരോട് ഞാൻ പറഞ്ഞു ഒരു ചെറിയൊരു ബൈറ്റ് എടുക്കുമോ, അതൊരാരും ചെയ്തില്ല. അത് ചെയ്യുന്നത് പറഞ്ഞാൽ എൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ സിനിമയിൽ അഭിനയിക്കുന്ന നടന്മാരും ചില നടികരും അതുപോലെ ടെക്നീഷ്യന്മാരെല്ലാം ഇപ്പോൾ മയക്കുമരുന്ന്, കഞ്ചാവ്, അതുപോലെ മദ്യം, അത് ഉപയോഗിച്ചുകൊണ്ടാണ് പലരും നടക്കുന്നത്. അപ്പം നശിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ. പക്ഷേ നമ്മൾക്ക് അവരെ വേണം. സിനിമ പോസ്റ്റ് ഒട്ടിപ്പുകാർക്കും സിനിമാക്കാർക്കും അവർക്കുള്ള ഫാൻസുകാർക്ക് അവരെ വേണം. പക്ഷെ അവരെ വേണ്ട എന്നുള്ള രീതിയിലാണ് അവർ നടക്കുന്നത്. അപ്പോൾ അവരെ അതിൽ നിന്ന് മോചിപ്പിക്കുക, അല്ലെങ്കിൽ അവർ പിടിക്കപ്പെടുമ്പോൾ പോലും സമൂഹത്തിന് അതിൽ ഒരു മെസ്സേജ് അവർ കൊടുക്കുന്നില്ല എന്നുള്ളതാണ്.
നിങ്ങളിത് ഉപയോഗിക്കരുത്, മോശമാണ്, അല്ലെങ്കിൽ എൻ്റെ ലൈഫ് തന്നെ ഇങ്ങനെയായി, അങ്ങനെ ഒരു മെസ്സേജ് അവർ കൊടുത്തിട്ടില്ല. കാരണം അവർ പറഞ്ഞാൽ കേൾക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട്, പക്ഷെ അവരാരും ഇതുവരെ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അന്ന് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഇങ്ങനെ സൈക്കിൾ യാത്രയൊക്കെ നടത്തുന്നത്, കിടന്നതൊക്കെ തെരുവിലൊക്കെ ആയിരിക്കും അല്ലേ? അതെ അതെ, അത് വന്ന് പല രീതിയിൽ ഞാൻ ഈ ഓൺലൈൻ ചാനലുകാരെ പല സ്ഥലത്തും, ഇപ്പോൾ തിരുവനന്തപുരം കഴിഞ്ഞിട്ട് ആലപ്പുഴ വരുമ്പോഴത്തേക്ക് ആലപ്പുഴയിലെ ചാനലുകാരെല്ലാം വിളിച്ചിട്ടുണ്ട്, പക്ഷേ ആരും വന്നിട്ടില്ല. എന്നിട്ട് എന്താ പുലിമട ചെന്ന് കയറി എന്ന് വേണമെങ്കിൽ പറയാം. അതായത് മനോരമയുടെ ഓഫീസിൽ ചെന്ന് കയറിയിട്ടും അവർ പറഞ്ഞു അവർ പറ്റില്ല എന്ന് പറഞ്ഞു. അത്രയൊക്കെ ചെയ്യാനല്ലേ പറ്റുള്ളൂ. അവർ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു, സ്റ്റോർ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അവിടുന്ന് പിന്നെ ഞാൻ എറണാകുളത്തെത്തി. എറണാകുളത്ത് വന്നപ്പോഴത്തേക്കും 1-2 ചാനലുകാർ വരാമെന്ന് പറഞ്ഞിട്ടു, അതൊന്നുമില്ല. പിന്നെ കുടുംബത്തിൽ ഒരു മരണവും ഉണ്ടായി. അപ്പോൾ ഇതെല്ലാം കൂടെ ആയപ്പോഴത്തേക്കും മൊത്തത്തിൽ ഡൗൺ ആയിപ്പോയി. ഒരു 4-5 ദിവസത്തെ യാത്ര എറണാകുളത്ത് വെച്ച്, കോഴിക്കോട് വരെയായിരുന്നു യാത്ര പ്ലാൻ ചെയ്തത്. അപ്പോൾ എറണാകുളത്ത് വെച്ച് സ്റ്റോപ്പ് ചെയ്തു. നേരെ ട്രെയിനിൽ പിന്നെ സൈക്കിൾ നാട്ടിലേക്ക് അയച്ചിട്ട് ഞാൻ നാട്ടിലേക്ക് ബസ്സിൽ കയറുന്നത്. അതാണ് യാത്ര. ഇനി ലൈഫിൽ എന്താണ് ഒരു ആഗ്രഹമുള്ളത്? ഒരുപാട് സ്വപ്നങ്ങളുണ്ടോ? എന്താണ് ഇനി ബാക്കിയാക്കുന്ന ഒരു സ്വപ്നം? ബാക്കിയുള്ള ആഗ്രഹങ്ങളൊക്കെ വ്യക്തിപരമായ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. അതിപ്പോൾ മീഡിയയിൽ പറഞ്ഞിട്ട് കാര്യമില്ല. സാമ്പത്തികം ഒരു പ്രശ്നം തന്നെയാണ്. നോവല്, സിനിമ ഒരുപാട് ആഗ്രഹമുണ്ട്. എപ്പോഴും അത് തന്നെയാണ് ചിന്ത, എപ്പോഴും അത് തന്നെയാണ്. എന്താ പറയാ, തിരക്കഥ അത് മാത്രം മതി. സംവിധായകൻ ആരോ കൊണ്ടോട്ടെ, കഥ, തിരക്കഥ, സംഭാഷണം പറ്റുമെങ്കിൽ എന്നെ കൊണ്ടാകും. ഒരു ആൾ ഹെൽപ്പ് ചെയ്യാമെങ്കിൽ ഈ കാര്യങ്ങളും കൂടെ ചെയ്യാൻ പറ്റും. പക്ഷേ സംവിധാനം നല്ലൊരു ആൾ ചെയ്യണം എന്നുള്ളതാണ് ആഗ്രഹം. അങ്ങനെയുള്ള ഇതിപ്പോൾ എന്തെങ്കിലും നടക്കുമായിരിക്കാം. ഇതിനേക്കാളും എൻ്റെ കഥയെക്കാളും മോശമായ സിനിമകൾ ഇപ്പോൾ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ആരെങ്കിലും ചിലപ്പോൾ വരുമായിരിക്കാം, ചിലപ്പോൾ നടക്കില്ലായിരിക്കാം, അതൊന്നും അറിയത്തില്ല. നടക്കുന്നുള്ളൊരു ശുഭാപ്തി വിശ്വാസത്തോടെ വിശ്വാസമുണ്ട്. അതിന് എന്ന് നടക്കും, ഏത് കാലത്ത് നടക്കും എന്നുള്ളതിനെ കുറിച്ച് അറിയത്തില്ല. എല്ലാത്തിനും അതിൻ്റെതായ സമയമില്ല, ദാസ എന്ന് പറയുന്ന കണക്ക്. ഇനി ചിലപ്പോ സമയം വന്നുകൂടായെന്നില്ല, അങ്ങനെയും വരാം. അതെ, അപ്പോൾ ഏതായാലും ചിലപ്പം സംഭവിക്കാം, ചിലപ്പോൾ സംഭവിക്കില്ല, ചിലപ്പം ഇങ്ങനെ നിന്ന് പോവാം. സംഭവിക്കട്ടെ, അതാണ് നമ്മുടെ ആഗ്രഹം. ഏതായാലും ഇത്രയും ഒരു ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അനുഭവമുള്ള പോസ്റ്റർ ഒട്ടിപ്പുകാരുടെ ഒരു അനുഭവം ഇങ്ങനെ വരുന്നതെന്ന് തോന്നുന്നു ഒരു മീഡിയയിലൂടെ അല്ലേ? അതെ അതെ. അപ്പോൾ ഏതായാലും ഒരുപാട് സന്തോഷം. എല്ലാ ആഗ്രഹങ്ങളും നടക്കട്ടെ. സന്തോഷം. താങ്ക് യു.